ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി ന്യൂ ഇയർ, വെൽക്കം 2025. ഇന്ന് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമായി ഒരു മ്യൂസിക്കൽ വീഡിയോ ആൽബം എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം, അതും ഫ്രീ ആയി. ആദ്യം പ്രിവ്യൂ കണ്ട് ആരംഭിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ കണ്ടതായുള്ള മ്യൂസിക് വീഡിയോ പൂർണ്ണമായും AI ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചതാണ്. അതായത് ഇതിലെ പാട്ടും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ക്യാരക്ടേഴ്സും എല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടുകൂടി നിർമ്മിച്ചത്. ചെറിയൊരു തോതിൽ ക്രിയേറ്റീവായി ചിന്തിക്കാൻ കഴിയുന്നവർക്ക് വളരെ എളുപ്പം തന്നെ ഇതുപോലുള്ള ഏത് പ്രൊജക്റ്റും സൃഷ്ടിക്കാൻ സാധിക്കും. ഇതുപോലുള്ള പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സഹായകമായ ഒരുപാട് AI ടൂൾസ് ഇപ്പോൾ ലഭ്യമാണ്. അതിലേത് സെലക്ട് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമാണുള്ളത്. ഒരു കാശ് പോലും ചിലവാക്കാതെ എങ്ങനെ നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കാം എന്നാണല്ലോ ആദ്യം നാം ചിന്തിക്കുക. ഒട്ടുമിക്ക ടൂൾസിലും ബേസിക് ഓപ്ഷൻ ഫ്രീ ആയി ചെയ്യാൻ സാധിക്കുന്നതാണ്, അതും ലിമിറ്റഡ് ആണ്. അത് നമുക്ക് വേറെ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആവശ്യം നിറവേറ്റാൻ പറ്റുന്നതാണ്. ഇനി രാധേ കൃഷ്ണ എന്ന ഈ പ്രൊജക്റ്റിലേക്ക് വരാം. മ്യൂസിക്കൽ വീഡിയോ ആയതുകൊണ്ട് തന്നെ ആദ്യം ഒരു പാട്ട് വേണമല്ലോ. അതിന് സുനോ എന്ന AI ടൂളാണ് ഞാനിവിടെ ഉപയോഗിച്ചത്. ഇതിലെങ്ങനെ സോങ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അടുത്തത് വിഷ്വൽസ് ആണ്. അതിനുവേണ്ടി ആദ്യം AI ഉപയോഗിച്ചുകൊണ്ട് ഇമേജ് ജനറേറ്റ് ചെയ്ത് അതിനെ വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം CapCut എന്ന ആപ്പ് ഉപയോഗിച്ച് സോങ്ങും വീഡിയോയും എല്ലാം എഡിറ്റ് ചെയ്തു. ഇനി ഇതിലെ മെയിൻ പോരാളിയെ പരിചയപ്പെടാം. അത് നമ്മുടെ സ്വന്തം ChatGPT. ഈ AIയുടെ സഹായത്തോടുകൂടിയാണ് സ്ക്രിപ്റ്റ് മൊത്തം തയ്യാറാക്കുന്നത്. ഇമേജ് ജനറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന AI ടൂൾ ഏത് ഇമേജാണ് വേണ്ടതെന്ന് നമ്മൾ അക്ഷരങ്ങളിലൂടെ വിവരിച്ചു കൊടുത്തുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ കണ്ടിട്ടുള്ളതിൽ മിക്കതിലും ഇംഗ്ലീഷ് വേർഡ്സാണ് നമ്മൾ ഇൻപുട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത്. സോ ഈ വേർഡ്സ് പറഞ്ഞു തരാൻ ChatGPT പോലുള്ള മിടുക്കന്മാരല്ലാതെ വേറെ ആരാണുള്ളത്? ഏത് ടൈപ്പ് വേണമെന്ന് ചോദിച്ചാൽ വിശദമായി അത് പ്രോംപ്റ്റ് ചെയ്ത് തരും. ഒരു പൂ ചോദിച്ചാൽ ഒരു പൂക്കാലം തന്നെ തരും എന്ന് പറഞ്ഞതുപോലെ. ആദ്യം സോങ് ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയെന്ന് നോക്കാം. ChatGPT ഓപ്പൺ ചെയ്യുന്നു. എ റൊമാൻറ്റിക് മൂവി ടൈപ്പ് സോങ് ലിറിക്സ് ഇൻ മലയാളം എബൌട്ട് കൃഷ്ണ ആൻഡ് രാധ ഫോർ ക്രിയേറ്റ് ഇൻ സുനോ AI. അപ്പോൾ ഇതുപോലെയുള്ളൊരു സോങ് ജനറേറ്റ് ആവുന്നു വിത്ത് ഫുൾ ഡീറ്റെയിൽസ്. ജസ്റ്റ് അത് കോപ്പി ചെയ്ത് വേർഡിലോ മറ്റോ സേവ് ചെയ്യുക. ശേഷം സുനോ AI പേജിലേക്ക് പോകുന്നു. ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യുക. കസ്റ്റം സെലക്ട് ചെയ്ത് ലിറിക്സ് എന്ന് കൊടുത്തിരിക്കുന്ന ബോക്സിൽ ലിറിക്സ് പേസ്റ്റ് ചെയ്യാം. സ്റ്റൈൽ ഓഫ് മ്യൂസിക് എന്ന ബോക്സിൽ ഏത് ടൈപ്പ് സോങ്, ഇൻസ്ട്രുമെൻറ്റ്സ് എന്നൊക്കെയുള്ളതും കോപ്പി പേസ്റ്റ് ചെയ്യുക. ശേഷം ടൈറ്റിൽ കൊടുക്കുക. പിന്നെ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യാം. ഒരേ സമയം 2 സോങ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അങ്ങനെ സോങ് റെഡി ആയിരിക്കുന്നു. ഇനി വീഡിയോ ഉണ്ടാക്കുന്നതിൻ്റെ കൂടമാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വേർഡ് പ്രോംപ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ChatGPT നമുക്ക് സഹായകമാവും. സെക്കൻഡ് സ്റ്റെപ്പ് ആ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇമേജ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന AI ടൂൾസ് ക്ലിങ്, ലിയാനോഡോ, പിക്ലുമൻ, ഹൈപ്പർ എന്നിവയാണ്. തേർഡ് സ്റ്റെപ്പ് എന്നുള്ളത് ഇമേജിനെ വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നതാണ്. അത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഹൈലോ AI എന്നൊരു ടൂളാണ്. അപ്പോൾ നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. ആദ്യം ChatGPT ഓപ്പൺ ചെയ്യുന്നു. അതിലിങ്ങനെ ടൈപ്പ് ചെയ്യുന്നു: ഐ ആം മേക്കിംഗ് മ്യൂസിക് വീഡിയോ അബൌട്ട് ശ്രീകൃഷ്ണ ആൻഡ് രാധ റൊമാൻറ്റിക് സീൻ യൂസിങ് ഇമേജ് ടു വീഡിയോ AI ടൂൾസ്. ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ജനറേറ്റ് ആവുന്നു. 4 ഇമേജസിൻ്റെ പ്രോംപ്റ്റ് കാണാം. പക്ഷേ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള പ്രോംപ്റ്റിൽ ജനറേറ്റ് ചെയ്യുമ്പോൾ ഫോട്ടോസിന് ഒരു സിനിമാറ്റിക് എഫക്റ്റ് കിട്ടില്ല. ഇതുപോലെ ആയിരിക്കും കാണുന്നത്. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കണം. അതായത് ഇതുപോലെ: ഓൾ പ്രോംപ്റ്റ്സ് നീഡ് ടു മെൻഷൻ സിനിമാറ്റിക് ലൈഫ് ലൈക്ക് ഇമേജ് ആൻഡ് ആൾസോ അപ്പിയറൻസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് കൃഷ്ണ ആൻഡ് രാധ. ഇങ്ങനെ കൊടുക്കണം. ഇതുപോലെ ഡീറ്റെയിൽഡ് പ്രോംപ്റ്റ് കിട്ടിയാൽ മാത്രമേ സെറ്റ് ആവുകയുള്ളൂ. സ്കിൻ കളർ അടക്കം കിട്ടിയാൽ മാത്രമേ ഒരു കൺസിസ്റ്റൻസി കിട്ടുകയുള്ളൂ. ഞാനിവിടെ 20 ഇമേജസ് ജനറേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടത്.
അങ്ങനെ എല്ലാ ഇമേജസിൻ്റെയും പ്രോംപ്റ്റ് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് വേർഡ്സ് പ്രോംപ്റ്റ് ഇമേജായി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായി ആദ്യം നമ്മൾ ക്ലിങ് AI ടൂൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഗൂഗിളിൽ ക്ലിങ് AI സെർച്ച് ചെയ്യുന്നു. ഹോം പേജിലേക്ക് പോകുന്നു. ഇനി ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്ത് മെയിൻ പേജിലെത്തുന്നു. ടോപ്പ് റൈറ്റ് കോർണറിൽ എത്ര ക്രെഡിറ്റ് പോയിൻറ്റ്സ് ഉണ്ടെന്ന് കാണാം. ഇനി പ്രോംപ്റ്റ് ബോക്സിൽ ChatGPTയിൽ നിന്ന് കോപ്പി ചെയ്ത വേർഡ്സ് പേസ്റ്റ് ചെയ്യുന്നു. ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യാം. നമ്പർ ഓഫ് ഇമേജസ് സെലക്ട് ചെയ്യാം. ദെൻ ജനറേറ്റ്. നല്ല കിടിലൻ ഇമേജസ് റെഡി. അപ്പോൾ ബാക്കി പ്രോംപ്റ്റ് വെച്ച് ജനറേറ്റ് ചെയ്ത ഇമേജസ് നമുക്ക് കാണാം. വീഡിയോ ടൈറ്റിൽ കാണിച്ചിരിക്കുന്ന പോലെ ഫ്ലൂട്ടും ഇതുപോലെ ഞാൻ ജനറേറ്റ് ചെയ്തതാണ്. അതിൻ്റെ ഇമേജസാണ് ഈ കാണുന്നത്. ഇനി ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന മറ്റ് 3 ഇമേജ് ജനറേറ്റർ ടൂൾസ് പരിചയപ്പെടാം. ആദ്യത്തേത് പിക്ലുമൻ. അതിൻ്റെ പേജ് നോക്കാം, ഇങ്ങനെയാണ്. നെക്സ്റ്റ് ലിയാനാഡോ. പിന്നെയുള്ളത് ഹൈപ്പർ. എല്ലാത്തിലും ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്ത് ഫ്രീ ക്രെഡിറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓപ്പറേറ്റിംഗ് മെത്തേഡ് എല്ലാത്തിലും ഒരേപോലെ തന്നെയാണ്. ഇനി ഈ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഇമേജസ് കാണാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഇമേജസിനെ വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന AI ടൂൾ ഹെയ്ലോ ആണ്. ഗൂഗിളിൽ അതിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഹോം പേജിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് ലോഗിൻ ചെയ്താൽ ഇതുപോലൊരു പേജ് കാണാം. ഇവിടെ ക്രിയേറ്റ് എന്നത് ക്ലിക്ക് ചെയ്യാം. വേറൊരു പേജിലേക്ക് എത്തും. ഇവിടെ 2 ഓപ്ഷൻ കാണാം. ഇമേജ് ടു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഇമേജ് അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക. ഇമേജ് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഈ പ്രോംപ്റ്റ് ബോക്സിൽ ഉദ്ദേശിക്കുന്ന വേർഡ്സ് നമുക്ക് എൻ്റർ ചെയ്യണം. എ ഡാൻസ് വൈബ് എന്നാണ് ഞാൻ കൊടുത്തത്. ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യുന്നതിന് 30 ക്രെഡിറ്റ്സ് ആണ് വേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ജനറേറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ചിലപ്പോൾ മണിക്കൂറുകൾ എടുക്കാം. അപ്പോൾ ഒരു നല്ലൊരു ക്വാളിറ്റി വീഡിയോ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്യുക. ഇതുപോലെ വേറൊരു ഇമേജ് വീഡിയോ ആക്കിയതും കാണാം. നമുക്കെന്നാൽ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഇമേജിൻ്റെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് നോക്കാം. വീഡിയോയിലെ ആ പ്രോംപ്റ്റും മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഫൈനലി എഡിറ്റിംഗ് ആണ്. ക്യാപ്കട്ട് എന്ന ആപ്പ് ഉപയോഗിച്ചാണ് ഞാൻ മൊബൈലിൽ ഇത് ചെയ്തിരിക്കുന്നത്. ആപ്പ് ഓപ്പൺ ചെയ്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ക്ലിപ്സും മ്യൂസിക്കും ആദ്യം ആഡ് ചെയ്യുന്നു. സ്പെഷ്യൽ എഫക്റ്റും എഡിറ്റിങ്ങും ക്രിയേറ്റീവായി തന്നെ ചെയ്യുക. ആൻഡ് ഫൈനലി എക്സ്പോർട്ട് ചെയ്യുന്നു. മ്യൂസിക് വീഡിയോ റെഡി. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടെ ലൈക്ക് ചെയ്യാനും. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. Please subscribe and like this video. Thanks and bye bye.